സംഭവത്തെ സംബന്ധിച്ച് ഹദീസ് പറയുന്ന ചില പ്രാഥമികമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഖാമ ഖതീബൻ ഫി ബനി ഇസ്രായീല, ബനു ഇസ്രായേലിൽ ജനങ്ങൾക്ക് ഉപദേശിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഫസുഇല അയ്യുന്നാസി അഅലം, ആരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി എന്ന് ഒരു ചോദ്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുണ്ടായി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ് എന്ന് മറുപടി. ഫഅതബല്ലാഹു അലൈഹി, അള്ളാഹു ആ ഒരു മറുപടിയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറ്റപ്പെടുത്തി. ആ മറുപടി ശരിയായില്ല. കാരണം ഇതെല്ലാം യറുദ്ദൽ ഇൽമ ഇലൈഹി, അല്ലാഹു അഅലം എന്ന് പറയേണ്ടതിന് പകരം ഞാനാണ് അറിവുള്ളവൻ എന്ന് പറഞ്ഞ ആ മറുപടിയുടെ പേരിലാണ് അല്ലാഹു തആല അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഫഖാല ലഹു ബല ലീ അബ്ദുൻ ബിമജ്മഇൽ ബഹ്റൈനി ഹുവ അഅലമു മിൻക, എൻ്റെ ഒരു അടിമയുണ്ട് മജ്മഉൽ ബഹ്റൈനിൽ, നിന്നേക്കാൾ അറിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്താനുള്ള മാർഗം എന്താണ് എന്ന് അന്വേഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മാർഗമായിട്ട് ഒരു മീൻ കയ്യിൽ കരുതണം, ഒരു പാത്രത്തിലൊരു മീൻ കൈ കൊണ്ടുപോകണം. ആ മീൻ എവിടെ വെച്ചാണോ, മത്സ്യം എവിടെ വെച്ചാണോ നഷ്ടപ്പെടുന്നത് അവിടെ ഉണ്ടാകും അദ്ദേഹം എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂഷ ബിൻ നൂൻ എന്ന പ്രവാചകനാണ്, അദ്ദേഹം പിന്നീട് പ്രവാചകത്വം ലഭിച്ച വ്യക്തിയാണ്. യൂഷ ബിൻ നൂനെയും കൂട്ടി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ രണ്ടാളും ഒരു കല്ലിൻ്റെ അടുക്കലെത്തുമ്പോൾ അവിടെ കിടന്ന് കുറച്ച് സമയം വിശ്രമിക്കുന്നു. വദഅ റൂസഹുമ ഫറഖദ മൂസ ഫൽതറബൽ ഹൂത്ത്, ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന മീൻ അല്ലെങ്കിൽ മത്സ്യം അപ്രത്യക്ഷമാകുന്നു. ഇതറിയാതെ ഇവർ രണ്ടുപേരും വീണ്ടും കുറെ കൂടെ യാത്ര ചെയ്യുന്നു. ഏകദേശം ഒരു രാത്രിയും പകലും ഇവർ യാത്ര ചെയ്യുന്നു. ശേഷമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, നമുക്ക് ആഹാരം വേണം, യാത്ര വളരെ ക്ഷീണമാണ്, പ്രയാസം പിടിച്ചൊരു യാത്രയാണ്, അതുകൊണ്ട് ആഹാരം വേണം, ക്ഷീണിച്ചു എന്ന് പറയുന്നു. ഈ സമയത്താണ് അദ്ദേഹം പാത്രം നോക്കുന്നത്. അപ്പോൾ മീനില്ല, മത്സ്യമില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, മത്സ്യത്തിനെ കാണുന്നില്ല. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ആ മത്സ്യം എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർ വീണ്ടും തിരിച്ച് നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടക്കുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ മത്സ്യം നഷ്ടപ്പെട്ട ആ പാറയുടെ അടുക്കൽ തന്നെ അവരെത്തുന്നു. അവിടെ ആ മത്സ്യം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അടയാളം അവിടെ കൃത്യമായി കാണാനുണ്ട്. ആ പാറയുടെ അടുത്ത് തന്നെ ഒരു വ്യക്തി പുതപ്പ് മൂടി, ഒരു മേൽമുണ്ട് കൊണ്ട് തല മൂടി അവിടെ ഉണ്ട്. ആ വ്യക്തിയോട് ചെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറയുന്നു. സലാം പറഞ്ഞിട്ട്, നിങ്ങളോടൊപ്പം കുറച്ച് നാൾ കൂടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളിൽ നിന്നും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. അപ്പോൾ മൂസാ നബിയോട് അദ്ദേഹം പറയുകയാണ്, മൂസ, നിനക്ക് കുറേ അറിവുകളുണ്ട്, ആ അറിവ് എനിക്കില്ല. എനിക്ക് ചില അറിവുകളുണ്ട്, അത് നിനക്കുമില്ല. അറിവിൻ്റെ വിതരണം അങ്ങനെയാണ്, എല്ലാവരുടെ കയ്യിലും എല്ലാ അറിവും ഉണ്ടാകണമെന്ന് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യാത്രയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ക്ഷമിച്ച് നിങ്ങളോടൊപ്പം നിന്നോളാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇതാണ് സംഭവത്തിൻ്റെ ഏകദേശം ചുരുക്കം. ഹദീസ് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ സമയമെടുക്കും. ഈ സംഭവത്തിൻ്റെ ഒരു ആകെ ചുരുക്കം ഇതാണ്.
ഇനി നമ്മളിതിൻ്റെ ആയത്തിലേക്ക് പോയാൽ, ഇത് ഖാല മൂസ ലി ഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബ. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറയാനുള്ള സാഹചര്യം. ഇത് ഖാല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ലി ഫതാഹു, കൂടെയുള്ള വ്യക്തിയോട് അഥവാ യൂഷഅ ഇബ്നു നൂനോട് പറയുന്നു, ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഅൽ ബഹ്റൈൻ എത്തുന്നത് വരെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഔ അംദിയ ഹുഖബ, അല്ലെങ്കിൽ ഹുഖബകൾ നിർണയിക്കാൻ കഴിയാത്ത നാളുകൾ കഴിഞ്ഞു പോയാലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഹുഖബ് എന്ന വാക്കിന് പല അർത്ഥം പറയുന്നുണ്ട്. അറബികൾ സാധാരണ കൃത്യമായി കാലാവധി പറയാൻ കഴിയാത്ത തരത്തിൽ അനന്തമായി നീണ്ടുപോകുന്ന അവസ്ഥയാണ് ഹുഖബ് എന്ന് പറയുക എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും കുറഞ്ഞ കാലാവധി പറയുന്നത് 80 കൊല്ലമാണ്. ഏതാണെങ്കിലും സുദീർഘമായ യാത്ര നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, അവസാനിക്കാത്ത യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് മജ്മഅൽ ബഹ്റൈൻ എന്ന സ്ഥലത്തെത്തണം. അവിടെ ആ വ്യക്തിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൽ നിന്നും അറിവ് പഠിക്കണം. ഇവിടെ ഉലമാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്നാമതായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു തആല എൻ്റെ ഒരു അടിമയുണ്ട് നിന്നേക്കാൾ അറിവുള്ളത് എന്ന് മറുപടി പറയുമ്പോൾ, അവിടെ ആ മറുപടിയിൽ എവിടെയും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പഠിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നില്ല. മൂസ നബിയേക്കാൾ അറിവുള്ള ഒരാളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ ഉടനെ മൂസാ നബിയുടെ അടുത്ത ചോദ്യം കൈഫ സബീലു ഇലാ ലുഖിഹി, എങ്ങനെയാണ് അയാളുടെ അടുക്കൽ നമ്മൾ ചെന്നെത്തുക എന്നുള്ളത്. അപ്പം അറിവ് പഠനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മേക്കാൾ അറിവുള്ള ഒരാളുണ്ട് എന്നറിഞ്ഞാൽ ഉടനെ ആളെ ചെന്ന് കാണുക, പഠിക്കുക. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് പഠിക്കണം എന്നൊരു നിർദ്ദേശം വെക്കാതെ തന്നെ തന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാളിലേക്ക് എത്താനുള്ള വഴി എന്താണ് എന്ന അടുത്ത ചോദ്യം അറിവ് പഠനം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന. രണ്ടാമത്തേത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഔ അംദിയ ഹുഖബ, അനന്തമായി നീണ്ടുപോകുന്ന കാലങ്ങൾ പഠിക്കേണ്ടി വന്നാലും ഈ യാത്ര ചെയ്യേണ്ടി വന്നാലും ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് കിട്ടുന്ന അറിവ് നമുക്ക് പഠിക്കണം. ഇപ്പോൾ പഠനത്തിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ കിട്ടുന്ന ലക്ഷ്യം വയ്ക്കുന്ന അറിവ് നേടുക എന്നുള്ളതാണ് അതിൻ്റെ കാലാവധി, അല്ലെങ്കിൽ എത്ര നാൾ തുടരേണ്ടി വന്നോ അത്ര നാൾ തുടരുക എന്നുള്ളതാണ്. രണ്ടാലൊന്നാണ് അറിവിൻ്റെ കാലാവധി. ഒന്നുകിൽ ലക്ഷ്യമാക്കുന്ന അറിവെന്താണോ അത് ലഭിക്കുന്നത് വരെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി അത് ലഭിക്കുന്നത് വരെ പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അറിവിൻ്റെ പഠനത്തിന് അവസാനമില്ല. ഔ അംദിയ ഹുഖബ, അനന്തമായി നീണ്ടുപോകുന്ന കാലങ്ങളാണെങ്കിലും പഠിക്കുക. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലായെ പോലുള്ളവർ പറഞ്ഞത് അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദി, അറിവ് തൊട്ടിലിൽ തുടങ്ങിയാൽ അത് ഖബർ വരെയാണ്, അതിന് അവസാനമില്ല. അത് ചിലപ്പോൾ അതിൻ്റെ പഠനത്തിൻ്റെ രീതികൾ മാറുന്നുണ്ടാവും. പഠനം അങ്ങനെയാണല്ലോ, ചില ആൾക്കാർ കുറേ നാൾ പഠിക്കും, പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിക്കുമ്പോഴും സത്യത്തിൽ എന്താ നടക്കുന്നത്? പഠനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അവസാനിക്കാത്തതാണ്. വിശേഷിച്ചും ഖുർആൻ്റെ അറിവ്, ഹദീസിൻ്റെ അറിവ്, അത് അവസാനിക്കാതെ നീണ്ടുപോകുന്ന അറിവാണ്. അപ്പോൾ അറിവിൻ്റെ കാലാവധി, പഠനത്തിൻ്റെ കാലാവധിക്ക് പരിധിയില്ലാതെ നീണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സമൂഹത്തെ ദീനിയായ നിലയിൽ നയിക്കാൻ ആവശ്യമായ അറിവെല്ലാം ഉണ്ട്. തൗറാത്ത് കിട്ടിയ പ്രവാചകനാണ്, ശരീഅത്തുള്ള പ്രവാചകനാണ്. ഒരു സമൂഹത്തിന് ദീനിയായ നിലയിൽ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ അറിവ് ഉള്ള വ്യക്തിയാണ് മൂസാ നബി അലൈഹി സ്വലാം. അള്ളാഹു നൽകിയ അറിവുള്ള വ്യക്തിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇമാം റാസി റഹിമഹുല്ല എഴുതുന്നുണ്ട്, എന്നാലും
അറിവുകൾ പരസ്പരം സഹകരിച്ചു പോകുന്നതാണ്. ഏതറിവുള്ള വ്യക്തിക്കും മറ്റ് അറിവുകൾ അതിനോടൊപ്പം പഠിച്ചാൽ അയാൾ പഠിച്ച അറിവിനെ പിന്തുണയ്ക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ എല്ലാ അറിവുകൾക്കും സാധിക്കും. എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ ചരിത്രവും കൂടെ പഠിച്ചാൽ ആ ശാസ്ത്ര പഠനത്തിന് എവിടെയെങ്കിലുമൊക്കെ പിന്തുണ ചരിത്ര പഠനം കൊണ്ട് കിട്ടുമെന്നർത്ഥം. ഖുർആൻ പഠിക്കുന്ന ഒരാൾ ഹദീസും പഠിച്ചാൽ ഖുർആന്റെ പഠനത്തിന് പ്രതീക്ഷിക്കാത്ത വളർച്ച ഹദീസ് പഠനത്തിലൂടെ കിട്ടും. ഖുർആനും ഹദീസും അറിയുന്ന ഒരാൾ ഇസ്ലാമിക കർമ്മശാസ്ത്രവും കൂടെ പഠിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കാത്ത വളർച്ച അതിനും കിട്ടും. ദീനിയായ അറിവിൻ്റെ വിവിധ വിഭാഗങ്ങളുണ്ട്. അതും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നതാണ്, ഒന്നൊന്നിനെ പിന്തുണയ്ക്കുന്നതാണ്, ഒന്നൊന്നിനെ ബലപ്പെടുത്തുന്നതാണ്. എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള ശരീഅത്തിന്റെ അറിവിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പഠിക്കാൻ പറഞ്ഞ ചില അറിവുകളുണ്ട്. അപ്പോൾ ശരീഅത്തിന്റെ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളവും അല്പം ഭൗതിക ശാസ്ത്രമോ അല്ലെങ്കിൽ ചരിത്രമോ എല്ലാം അറിഞ്ഞിരിക്കുന്നത്, എല്ലാം അറിവ് പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്, ഒന്നൊന്നിനെ പിന്തുണയ്ക്കുന്നതാണ്. ഖുർആൻ അറിയുന്ന ആൾ ചരിത്രവും കൂടെ അറിയുന്ന ആളാണെങ്കിൽ അയാളുടെ ആ അറിവിന് കുറച്ചുകൂടെ മാറ്റുകൂടും, അല്ലെങ്കിൽ അയാൾ കുറച്ചുകൂടെ നല്ല ഒരു വീക്ഷണം ഉണ്ടാകാൻ അത് കാരണമായി മാറും. എന്ന് പറഞ്ഞതുപോലെ ബാക്കി എന്തെല്ലാം തരത്തിലുള്ള അറിവുകളാണോ ആ അറിവുകളെല്ലാം ഒന്നായി തന്നെ നിലനിൽക്കുന്നതല്ല, ഓരോരോ അറിവും അടുത്ത അറിവിനെ പിന്തുണയ്ക്കുന്നതാണ്. അതുകൊണ്ട് അറിവിന് അതിരി നിശ്ചയിക്കേണ്ടതില്ല. നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അറിവിനാണെങ്കിലും അതിൻ്റെ കാലാവധിക്കാണെങ്കിലും അതിന് നിശ്ചയിക്കാതെ പഠിക്കുക. നാം വിചാരിക്കുന്ന വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളും കൂടെ പഠിക്കുമ്പോൾ എല്ലാ അറിവുകളും പരസ്പരം ആശ്രയിച്ചും പിന്തുണച്ചും നിൽക്കുന്ന അറിവുകളാണ് എന്ന് ഇമാം റാസി റഹിമഹുല്ല എഴുതുന്നുണ്ട്. അതിനോടൊപ്പം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് മക്കയിലെ പ്രധാനികൾ വന്ന് സാധുക്കളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഈ സംഭവം തുടർന്ന് ഓരോരോ വിഷയങ്ങൾ വരുന്നത്. അതിനോട് അനുബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നൊരു കാര്യമാണ്. മൂസാ നബി വലിയ അറിവുള്ള ആളായിരുന്നു. പക്ഷെ മൂസാ നബിക്കും അറിയാത്ത അറിവുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞതുപോലെ ലൗകികമായ എന്ത് നേടിയാലും, അല്ലെങ്കിൽ നമ്മൾ സമ്പത്ത് നേടിയാലും അധികാരം നേടിയാലും സ്വാധീനം നേടിയാലും, ഈ സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഒക്കെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഈ സംഘം ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് അല്ലാഹു തആല സംസാരിക്കുകയാണ്, ഒന്നിനും പരിധിയില്ല, എല്ലാം അതിൻ്റെ മേലെ നേടാൻ കഴിയുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിൽ അറിവുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അറിവ് പഠിക്കാനുള്ള പ്രചോദനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകുകയാണെന്ന് വെച്ചാൽ, ആരും പരിപൂർണരാകുന്നില്ല, പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. മറ്റൊരു കാര്യം ഇമാം റാസി റഹിമഹുല്ല സൂചിപ്പിക്കുന്നത്, ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യമായ പ്രവാചകനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മക്കയിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത 3 ചോദ്യങ്ങളാണ്. ഒന്ന്, ഒരു രാജാവുണ്ടായിരുന്നു, ലോകം മുഴുവൻ സഞ്ചരിച്ച രാജാവ്, അതാരാണെന്ന് ചോദിക്കാനാണ് പറഞ്ഞയച്ചത്. മറ്റൊന്ന്, സ്വന്തം നാട്ടിൽ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ നാട് വിട്ടുപോയൊരു സംഘമുണ്ടല്ലോ, അവരാര് എന്ന് ചോദിക്കാനാണ്. മൂന്നാമത്തത് റൂഹിനെ കുറിച്ച് ചോദിക്കാനാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോൽപ്പിക്കാനുള്ള 3 ചോദ്യങ്ങളുമായി മക്കയിലെ ജനങ്ങൾ ജൂതന്മാരോട് പഠിച്ചു വരുമ്പോൾ ആ ജൂതന്മാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. ഇതിന് മറുപടി പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണ്, മറുപടി പറയാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം യഥാർത്ഥ പ്രവാചകനല്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ള മറുപടിയും കൂടെ അല്ലാഹു തആല ഈ സൂറത്തിൽ ഈ സംഭവത്തിലൂടെ ജൂതന്മാരോട് പറയണം. അങ്ങനെയാണെങ്കിൽ
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എല്ലാം അറിയണമായിരുന്നല്ലോ. ഒരു പ്രവാചകനാണ് എന്നതിൻ്റെ പേരിൽ എല്ലാം അറിയണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തീരുമാനിച്ച് ജൂതന്മാർ മക്കയിലെ ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തു വിടുമ്പോൾ അല്ലാഹു തആല ചോദിക്കുകയാണ്, അങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവൻ പ്രവാചകനല്ലെങ്കിൽ നിങ്ങളുടെ പ്രവാചകനായ മൂസ അവസ്ഥ എന്താണ്? വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞപ്പോൾ പോയി പഠിക്കുമെന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞയച്ച സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വരിക, അതിലൂടെ പ്രവാചകന്റെ സത്യസന്ധത നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ തീരുമാനം ശരിയല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാൻ നിന്നാൽ മൂസാ നബിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് പ്രവാചകത്വം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന ഒരു ചോദ്യം അല്ലാഹു തആല ഈ സംഭവം ഉദ്ധരിച്ചതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം റാസി റഹിമഹുല്ല എഴുതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ് ഖാല മൂസാ ലി ഫതാഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭൃത്യനോട് തന്നോടൊപ്പം യാത്ര ചെയ്താറുണ്ട്. ഇതിലൊക്കെ കുറേ വിഷയങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുന്നുണ്ട്. അഥവാ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ സേവനത്തിന് ഖിദ്മത്തിന് വേണ്ടി ഒരാളെ കൂടെ കൂട്ടുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ കൂടെ കൊണ്ടു നടക്കുന്നതിൽ തെറ്റില്ല. അതൊക്കെ മനുഷ്യൻ്റെ ഓരോ സന്ദർഭത്തിൻ്റെ ആവശ്യങ്ങളാണ്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിന് പകരം ഒരാളെ കൂടെ കൂട്ടിപ്പോവുക, ഒരു സഹയാത്രികൻ ഉണ്ടാവുക, ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെ അതൊക്കെ അനുവദനീയമായ കാര്യമാണ്. സഹയാത്രികനായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഏതാണോ നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മളുടെ ബിസിനസ്സുകൾ, അതിലൊക്കെ സഹകാരികളെ ഒരു സഹായത്തിന് ആളെ വയ്ക്കുന്നത് തെറ്റായ കാര്യമല്ല എന്നല്ല ഉള്ള വിശദീകരണം. അത് നമ്മുടെ നേർക്ക് നേരെയുള്ള വിഷയങ്ങളല്ലാത്തത് കൊണ്ട് മൂസ ലി ഫതാഹു ലാ അബ്റഹത അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ, മജ്മഅൽ ബഹ്റൈൻ വരെ എത്തണം നമ്മൾ. ഒന്നുകിൽ നമ്മുടെ ലക്ഷ്യം അതാണ്. ഇനി അത് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ ഈ പഠനയാത്ര അനന്തമായിരിക്കും എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. മജ്മഅൽ ബഹ്റൈൻ ഏതാണെന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പല വിഷയങ്ങളിലും സൂചിപ്പിച്ചു. ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ സംഭവം പലത് പറഞ്ഞപ്പോഴും നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഖുർആൻ്റെ ചരിത്ര പഠനത്തിൻ്റെ ഒരു രീതി അതാണ്. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രമേ ഖുർആൻ പറയൂ. വിശദമായി ചരിത്രം പഠിക്കാൻ പറ്റുന്ന ഒരു ചരിത്ര ഗ്രന്ഥമായി ഖുർആനെ കണ്ടാൽ പൂർണ്ണമായ ചരിത്രം ഖുർആനിന്ന് കിട്ടില്ല. അത് ഒരു പ്രവാചകൻ്റെ ചരിത്രം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ എടുത്തു വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്പൂർണ്ണമായ ചരിത്രമൊന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ പലയിടത്തും നമുക്ക് പൂർണ്ണമാകാത്ത ഭാഗങ്ങൾ ഉണ്ടാവും. ഖുർആൻ ചരിത്രങ്ങൾ സൂചിപ്പിച്ചു പോകും, അതിലെ ഗുണപാഠങ്ങൾ മാത്രം പറയും. പൂർണ്ണമായും ഇതിന്നതുപോലെയാണ് ഈ സംഭവം നടന്നത് എന്ന് പറയുക ഖുർആൻ്റെ രീതി അല്ല. ഒരു വിഷയത്തിലും ഖുർആൻ്റെ രീതി അതല്ല. അതുകൊണ്ട് ഇവിടെ ഏതാണ് മജ്മഅൽ ബഹ്റൈൻ? 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം എന്നാണ് മജ്മഅൽ ബഹ്റൈനിയുടെ അർത്ഥം. 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 2 സമുദ്രങ്ങൾ കൂടി നിൽക്കുന്ന വെള്ളമാകാൻ ഏതായാലും നിർവാഹമില്ല, അല്ലേ? അവിടെ ഒരാൾക്ക് താമസിക്കാൻ പറ്റുമല്ലോ വെള്ളത്തിൽ, അല്ലെ പിന്നെ കപ്പലൊക്കെ എടുത്തിട്ട് അവിടെ പോകേണ്ടി വരും. ഇപ്പം 2 സൈഡിലും സമുദ്രങ്ങളുള്ള ഇടയിൽ കരയായിട്ട് കിടക്കുന്ന പ്രദേശമായിരിക്കണം ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ചെങ്കടലിനോട് 2 ഭാഗങ്ങളായിട്ട് പോകുന്ന ഒരു അഖബ ഉൾക്കടലും മറ്റൊരു സൂയസ് കനാലും, നമ്മൾ ചെങ്കടലിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചെങ്കടൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്. അതിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ 2 ഭാഗങ്ങൾ പോകുന്നുണ്ട്. ഒന്ന് അഖബ ഉൾക്കടലാണ്, മറ്റൊന്ന് സൂയസ് കനാലാണ്. അതിന് 2ന്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്. കുറച്ച് സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് സ്ഥലമാണ് കേട്ടോ, അവിടെ പോയി നോക്കുമ്പോൾ വലിയ സ്ഥലമായിരിക്കും. അപ്പോൾ ആ സ്ഥലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിരപുരാതനമായ ഒരു സ്ഥലവും കൂടെയാണ്. ഐല എന്നാണ് ആ സ്ഥലത്തിന് സാധാരണ ഗ്രന്ഥങ്ങളിൽ പറയുക. അന്ന് ബനു ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞ സ്ഥലമാണ്.
അഖബ ഉൾക്കടലിനോട് ചേർന്ന് വരുന്ന പ്രദേശമാണ് ആ സംഭവങ്ങളുടെയൊക്കെ സ്ഥലം. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സമുദ്രഭാഗങ്ങളുടെ നടുവിൽ കിടക്കുന്ന പ്രദേശം ആയിരിക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതിനുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാം. പക്ഷെ തീർത്ത് പറയാൻ നമുക്ക് നിർവാഹമില്ല. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്യുന്നു. നേരെ ഒന്നുകിൽ ലക്ഷ്യമാക്കുന്നത് ഈ പറഞ്ഞ ഐല എന്ന സ്ഥലമാണ്. അഖബ ഉൾക്കടലിൻ്റെയും സൂയസ് കനാലിൻ്റെയും നടുവിലായിട്ട് വരുന്ന ആ പ്രദേശമാണ്. അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിക്കുന്ന ദീർഘമായ അനന്തമായ ഒരു യാത്ര നമ്മൾ അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുക. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. അങ്ങനെ അവർ യാത്ര ചെയ്തു. ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ, ഈ പറഞ്ഞ സ്ഥലത്ത് അവരെത്തി. ഈ രണ്ട് സമുദ്രങ്ങൾ രണ്ട് ഭാഗങ്ങളിലായി കിടക്കുന്ന കര, ആ കരയിൽ അവർ എത്തുന്നു. ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ ഫത്ത് നസിയ ഹൗതഹുമ, അതാണ് നേരത്തെ ഹദീസിൽ നമ്മൾ വായിച്ചത്. അവിടെ ഒരു പാറ ഉണ്ട്. ആ പാറ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാറയാണ്. ആ പാറയിൽ ഇവർ കിടന്ന് രണ്ടാളും ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്താണ് ഈ മത്സ്യം നഷ്ടപ്പെടുന്നത്. അപ്പം ഈ വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്ത അടയാളം ഈ മത്സ്യമാണ്. മത്സ്യം ചത്ത മത്സ്യമാണത്, അല്ല ജീവനുള്ള മത്സ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരടയാളമായി കൊടുത്താണ്. ഈ മത്സ്യം ജീവൻ വെക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് ഈ വ്യക്തിയുള്ളത്. മത്സ്യത്തിനെ കയ്യിൽ കരുതിയാൽ മതി. ആ മത്സ്യം എവിടെ ജീവൻ വെക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ആ ജീവൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന വ്യക്തിയുണ്ട്, അതാണ് അടയാളം. ഇവർ രണ്ടുപേരും ഉറങ്ങിയ സമയത്ത് മത്സ്യത്തിൻ്റെ വഴിക്ക് പോയി. ഇവർ രണ്ടാളും ഉറക്കിൽ നിന്നും ഉണർന്നു, വീണ്ടും യാത്ര തുടർന്നു. അതാണ് സംഭവം. ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ, രണ്ടാളും ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ നസിയ ഹൗതഹുമ, മത്സ്യത്തിൻ്റെ കാര്യം രണ്ടാളും മറന്നു എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നത്, മൂസാ നബി ചോദിക്കാനും മറന്നു, മറ്റേ ആൾ നോക്കാനും മറന്നു പാത്രത്തിൽ മത്സ്യം ഉണ്ടോ എന്നുള്ളത്. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, ആ മത്സ്യം പോയ വഴി സമുദ്രത്തിൽ ഒരു ഗുഹ പോലെയായി മാറിയെന്നാണ് ഹദീസിൽ അത് പറയുന്നുണ്ട്. ആ ഭാഗത്തിലൂടെ അല്ലാഹു തആല വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു വെച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മുമ്പ് അല്ലാഹു തആല അതുപോലെ ഒരു നിഅമത്ത് കൊടുത്തിട്ടുള്ളതാണ്, മുഅ്ജിസത്തായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സീനായിലേക്കുള്ള യാത്രയിൽ ചെങ്കടലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അത് പിളർന്ന് 12 പിളർപ്പുകളായി നിന്ന സംഭവമുണ്ട്. അതുപോലെ ഈ മത്സ്യം ചാടി വെള്ളത്തിലേക്ക് വീണ ആ സ്ഥലം ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, ഒരു ഗുഹ പോലെ അവിടെ രൂപപ്പെട്ടു. ആ ഗുഹ പോലെ അതവിടെ നിൽക്കുകയാണ്. ആ മത്സ്യം വീണ സ്ഥലം, സാധാരണ വെള്ളത്തിൽ എന്തെങ്കിലും വീണാൽ പിന്നെ അത് അറിയാൻ കഴിയില്ല, പിന്നീട് നോക്കിയാൽ കാണില്ല. കൃത്യം ആ സമയത്ത് തന്നെ നോക്കിയാൽ അത് അറിയാൻ പറ്റും. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അറിവ് പഠനത്തിൻ്റെ വഴിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത ചില മുഅ്ജിസത്തുകളാണ് ഈ പറയുന്നതെല്ലാം. ഒന്ന്, വഴിയിൽ ജീവൻ വയ്ക്കുന്ന രീതിയിൽ മത്സ്യത്തെ അല്ലാഹു തആല നൽകി. ഈ മത്സ്യം ചാടിപ്പോകുന്ന സ്ഥലം ഏതാണ് എന്ന് അവരുടെ ശ്രദ്ധയിൽ പെടാതിരുന്നിട്ടും പിന്നീടൊന്നും മടങ്ങി വന്നാൽ ആ മത്സ്യം വീണ സ്ഥലമാണിതെന്ന് അറിയാൻ കഴിയുന്ന കൃത്യമായ അടയാളം വെള്ളത്തിൽ അല്ലാഹു തആല നിലനിർത്തി എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു തആല സാഹചര്യങ്ങളെ അനുകൂലമാക്കി കൊടുക്കും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതൊരു തീരുമാനമാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ തയ്യാറായി ഒരാൾ റെഡിയായാൽ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ റെഡിയാകുന്നതോടുകൂടി ലനഹ്ദിയന്നഹും സുബലന, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുമ്പിൽ വഴികൾ തുറന്നു കൊടുക്കും.
ഇപ്പോൾ എന്നെക്കാൾ അറിവുള്ള ഒരാളുണ്ട് എന്ന് കേട്ട മാത്രയിൽ അദ്ദേഹത്തെ കാണാനും അവിടെ നിന്ന് പഠിക്കാനും ആ പഠനത്തിന് വേണ്ടി എത്ര നാൾ യാത്ര ചെയ്യേണ്ടി വന്നാലും ആ വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര നാൾ യാത്ര ചെയ്യേണ്ടി വന്നാലും അത്ര നാൾ യാത്ര ചെയ്യാനുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗ മനസ്സ്, വല്ലദീന ജാഹദു ഫീന, ദീനിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ മനസ്സ് ഒരാൾക്കുണ്ടായാൽ ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹു അയാളുടെ മുമ്പിൽ അയാൾ പ്രതീക്ഷിക്കാത്ത വഴികൾ തുറന്നു കൊടുക്കും. അങ്ങനെ തുറന്നു കൊടുത്ത ഒരു സംഭവം കൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ ഇത്. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, ആ മത്സ്യം വെള്ളത്തിലേക്ക് വീണ ആ സ്ഥലം ഒരു ഗുഹ പോലെ അവിടെ അവശേഷിക്കുകയാണ്. അവർ യാത്ര തുടരുകയുമാണ്. ഫലമ്മാ ബലഗാ മജ്മഅ ബൈനഹിമാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, സമുദ്രത്തിൽ അതൊരു അടയാളമായി ഒരു ഗുഹ പോലെ അത് നിലനിൽക്കുകയാണ്. ഫലമ്മാ ജാവസ, അങ്ങനെ ജാവസ എന്ന് പറഞ്ഞാൽ ഈ മജ്മഅ അൽ ബഹ്റൈൻ, ഫലമ്മാ ബലഗാ മജ്മഅ ബൈനഹിമാ, അവർക്ക് അല്ലാഹു തആല നിർദ്ദേശിച്ചു കൊടുത്ത ആ സ്ഥലവും കടന്ന് യാത്ര ചെയ്തപ്പോൾ ഖാല ലിഫതാഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ള ഭൃത്യനോട് പറഞ്ഞു, ആതിനാ ഗദാഅന, ആഹാരം കൊണ്ടുവാ, ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസബ, ഈ യാത്രയിൽ വലിയ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിൽ കൃത്യമായി നമുക്ക് കാണാം, പഠനത്തിൻ്റെ വഴിയിൽ പറഞ്ഞ അതിരും വിട്ട് യാത്ര ചെയ്തപ്പോൾ, അവിടെ അശ്രദ്ധമായി പോയപ്പോൾ, അതിനെ തുടർന്നുള്ള യാത്രയിലാണ് യാത്രയുടെ പ്രയാസങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ മജ്മഅൽ ബഹ്റൈൻ വരെയുള്ള യാത്രയ്ക്ക് ശേഷമുള്ള അശ്രദ്ധമായി പോവുകയും അശ്രദ്ധമായി പറയപ്പെട്ട അതിരിൻ്റെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്ത യാത്രയിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ, ഈ യാത്ര ക്ഷീണമുണ്ടാക്കുന്ന ഒരു യാത്രയായി എന്ന് പറയുന്നു. ആഹാരം ചോദിക്കുന്നു. കാല, അപ്പോൾ ഭൃത്യൻ പറയുകയാണ്, അറഅയ്ത ഇത് അവൈനാ ഇല സഖ്റതി ഫഇന്നി നസീതുൽ ഹൂത, നമ്മൾ ആ പാറയുടെ മേലെ കിടന്ന് വിശ്രമിച്ച ആ സമയത്ത്, ഇന്നി നസീതുൽ ഹൂത്, ഞാൻ മത്സ്യത്തിൻ്റെ കാര്യം മറന്നു. വമാ അൻസാനീഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ, അത് ഓർമ്മിക്കാൻ എന്നെ മറപ്പിച്ചു കളഞ്ഞത് ശൈത്താനാണ്. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ, ആ മത്സ്യം പോയ വഴി സമുദ്രത്തിൽ അത്ഭുതകരമായ ഒരു വഴി സൃഷ്ടിച്ചിട്ടാണ് ആ മത്സ്യം പോയിട്ടുള്ളത്. ഇപ്പം ശൈത്താൻ മറപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, ശൈത്താൻ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നത് ശൈത്താൻ്റെ വസ്വാസ് കൊണ്ട് പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യത്തിൽ നിന്നും ശ്രദ്ധ വിട്ടുപോകും. ശൈത്താൻ ചില വസ്വാസുകൾ മനുഷ്യനെ സൃഷ്ടിക്കും, അകാരണമായ പേടികളുണ്ടാക്കും, അകാരണമായ ആശങ്കകളുണ്ടാക്കും മനുഷ്യൻ്റെ മനസ്സിൽ. അങ്ങനെ ഈ പേടിയും ആശങ്കയും ഒക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു ചിന്തയിൽ മനുഷ്യൻ അങ്ങനെ പോകും. ആ സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. ആ ഒരു അർത്ഥത്തിലാണ് വമാ അൻസാനീഹു ഇല്ല ഷൈത്താൻ എന്ന് പറഞ്ഞത്. ഇപ്പം ഷെയ്ത്താൻ പലതരത്തിലുള്ള എന്തൊക്കെ ദുർബോധനങ്ങൾ, വസ്വാസുകൾ സൃഷ്ടിക്കുകയും ആ ഒരു ചിന്തയിൽ മുഴുകിപ്പോയപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് വമാ അൻസാനിഹു ഇല്ല ഷൈത്താൻ എന്ന് പറഞ്ഞത്. ഖാല ദാലിക മാ കുന്നാ നബഗി, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ദാലിക മാ കുന്നാ നബി, അതാണല്ലോ നമ്മൾ ലക്ഷ്യമാക്കി വന്നത്, നമുക്ക് അവിടെയാണല്ലോ എത്തേണ്ടത്. ദാലിക മാ കുന്നാ നബഗി ഫർതദ്ദ അലാ ആസാരിഹിമാ ഖസസ, അവർ പോയ വഴിയേ മടങ്ങി. ഫർതദ്ദ അലാ ആസാരിഹിമാ ഖസസ, ഏത് വഴിയിലൂടെയാണോ പോയത് ആ വഴി കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയെത്തുന്ന രീതിയിൽ അവർ ആ പാറയുടെ അടുക്കലേക്ക് തിരിച്ചെത്തി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പാറയുടെ അടുക്കലെത്തിയപ്പോൾ അവിടെ ഒരു മേൽമുണ്ട് കൊണ്ട് തല മൂടിയിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവർ കണ്ടത്. റജുലൻ മുസജ്ജൻ ബി സൗബി,
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. ഇവിടെ ഈ വ്യക്തി ഖിളിർ അലൈഹിസ്സലാമാണ്. നമുക്കെല്ലാവർക്കും അറിയാം മൂസാ നബി ഖിളിർ സംഭവം അറിയാത്തവരില്ല. ഖിളിർ അലൈഹിസ്സലാം അബ്ദൻ മിൻ ഇബാദിന, എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന, എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക കാരുണ്യം ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രത്യേകമായ അറിവും ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ ഖിളിർ രണ്ട് രീതിയിലും അതിൻ്റെ വായനയുണ്ട്. ഈ ഖിളിർ അലൈഹിസ്സലാം പ്രവാചകനാണോ അല്ലേ? പണ്ഡിതന്മാരിൽ ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ ഒരു പക്ഷം അദ്ദേഹം പ്രവാചകനായിരുന്നു എന്നാണ്. അതിൻ്റെ ഒരു സൂചന അല്ലാഹു തആല ഇവിടെ നൽകുന്നുണ്ട്. ആതൈനാഹു മിൻ ലദുന്നാ ഇൽമ, ഞാൻ പ്രത്യേകമായ അറിവ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രത്യേകമായ അറിവ് നൽകപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഖിളിർ അലൈഹിസ്സലാമിൻ്റെ പ്രവാചകത്വത്തിൻ്റെ സൂചനയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. പണ്ഡിതന്മാരിൽ ഭിന്നമായ അഭിപ്രായമുണ്ട്, നമുക്കൊന്നും തീർത്ത് പറയാൻ നിർവാഹം ഇല്ല. ഫവജദ അബ്ദൻ മിൻ ഇബാദിന, അവിടെ ഒരു വ്യക്തിയെ അഥവാ ഖിളിർ അലൈഹിസ്സലാമിനെ കാണുന്നു. ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം നാം നൽകിയ വ്യക്തിയാണ്. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, പ്രത്യേകമായ അറിവും ഞാൻ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തി. ഖിളിർ അലൈഹിസ്സലാം ഈ സമയത്ത് പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. താങ്കൾക്ക് ചില അറിവുകളുണ്ട്, ആ അറിവ് എനിക്കില്ല. എനിക്ക് ചില അറിവുകളുണ്ട്, ആ അറിവ് നിങ്ങൾക്കും ഇല്ല. എന്നിട്ട് ആ സമയത്ത് ഒരു ചെറിയ പക്ഷി വന്ന് കടലിൽ നഖറത്തൻ ഫിൽ ബഹർ, സമുദ്രത്തിൽ അതിൻ്റെ ചുണ്ട് താഴ്ത്തിയത് വെള്ളം കുടിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിളിർ പറഞ്ഞു എന്നാണ്, അള്ളാഹുവിൻ്റെ അറിവ് ഈ സമുദ്രം പോലെയാണെങ്കിൽ നമ്മുടെ അറിവ് ആ പക്ഷിയുടെ ചുണ്ടിൽ പറ്റിയ വെള്ളത്തോളം മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ മനുഷ്യന് അറിവുള്ളൂ. അത്രമേൽ വിശാലമാണ് അറിവ്. അത് മനുഷ്യന് പഠിച്ചെവിടെയും എത്താൻ കഴിയില്ല. അപ്പോൾ ഔ അംലിയ ഹുഖബ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കിവിടെ മനസ്സിലാവും. അനന്തമായി നീണ്ടുപോകുന്ന ഒരു പഠനത്തെക്കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അബ്ലുഗ മജ്മഅ അൽ ബഹ്റൈൻ വരെ എത്തണം, അല്ലെങ്കിൽ അംലിയ ഹുഖബ, ഒരു കൃത്യമായ കാലാവധി പറയാൻ കഴിയാത്തിടത്തോളം നീണ്ടുപോകുന്ന അറിവ് പഠനം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ഒരു അറിവുണ്ട്, ആ ഒരു ധാരണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവിൻ്റെ അറിവ് വിശാലമാണ്. അത് മനുഷ്യന് പഠിച്ചു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. മനുഷ്യൻ അവൻ്റെ ആയുസ് മുഴുവൻ പഠിച്ചാലും അത് ഈ പക്ഷിയുടെ ചുണ്ടിൽ പറ്റിയ വെള്ളത്തോളം മാത്രമേ വരികയുള്ളൂ എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത സംഭവം ഈ സമയത്താണ്. ഖാല ലഹു മൂസ, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളിറിനോട് ചോദിക്കുകയാണ്, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളെ പിന്തുടരട്ടെ, ഞാൻ നിങ്ങളോടൊപ്പം കൂടട്ടെ. അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് ലഭിച്ച അറിവിൽ നേർവഴിയായിട്ട് കിട്ടിയ അറിവുണ്ടല്ലോ. മനുഷ്യന് അറിവ് നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന അറിവുണ്ട്, വളഞ്ഞ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന അറിവുണ്ട്. ഈ അറിവ് പലതരത്തിലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ പഠിക്കുന്ന അറിവ് നമ്മൾ അധ്വാനിച്ച് പഠിക്കണമെന്നും ദീർഘമായി അതിന് യാത്ര ചെയ്യണമെന്നും അതിൻ്റെ കാലാവധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനാണെന്നും എല്ലാം പറയുമ്പോൾ ആ അറിവ് എങ്ങനത്തെ അറിവാണ് എന്നത് വളരെ പ്രധാനമാണ്. അത് മനുഷ്യന് നേർവഴിയിലേക്ക് എത്തിക്കുന്ന അറിവാണ്. അവൻ്റെ ശരിയായ ചിന്ത, ശരിയായ കർമ്മങ്ങൾ, ശരിയായ വാക്കുകൾ,
അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ വഴിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന അറിവുകൾ എന്താണോ ആ അറിവാണ് യഥാർത്ഥ അറിവ്. അതല്ലാത്ത അറിവുകൾ എത്ര ഉണ്ടായാലും അത് മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പം അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ വലിയ അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അതിൽ മൂല്യം എത്രത്തോളം നിർണയിക്കപ്പെടുന്നുണ്ട് എന്നത് പ്രധാനമാണ്. എല്ലാ അറിവുകളും മനുഷ്യന് ഉപകാരപ്പെടുന്ന അറിവാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്? ഇപ്പം സാധാരണ പറയാറുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു തആല ആദ്യമായി തന്നെ പറഞ്ഞത് വായിക്കാനാണ്. ആദ്യമായി തന്നെ അല്ലാഹു തആല പരാമർശിക്കുന്ന ഒരു ഉപകരണം പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. പഠിക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. അതിനുശേഷം തുടർന്ന് പറയുന്നുണ്ട്, അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. അപ്പോൾ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും അറിവ് പഠിപ്പിച്ചിരുന്നു, അറിവ് പകർന്നിരുന്നു. പഴയകാല അറിവ് പഠനത്തിൻ്റെ രീതിയൊക്കെ വാമൊഴിയാണ്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, കേൾക്കുന്നു, അത് പഠിക്കുന്നു. അങ്ങനെ കേട്ട് പഠിച്ച അറിവുകളാണ് ഒരു കാലഘട്ടത്തിൽ. നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ ആദ്യ കാലഘട്ടത്തിലെ അറിവ് അങ്ങനെയാണ്, കേട്ട് പഠിച്ച അറിവാണ്. പിന്നീടാണത് എഴുത്തിലേക്ക് പോകുന്നത്. ഏതായാലും കേട്ട് പഠിക്കുന്ന അറിവാണെങ്കിലും എഴുത്തിലൂടെ പകരുന്ന അറിവാണെങ്കിലും ഈ അറിവുകൾക്കെല്ലാം അല്ലാഹു തആല ഒരു മൂല്യം നിർണയിക്കുന്നുണ്ട്. അത് ഇഖ്റ ബിസ്മി റബ്ബിക്, അള്ളാഹുവിൻ്റെ നാമത്തിൽ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുന്ന. എല്ലാം വായിക്കുക എന്നുള്ളതല്ല. സാധാരണ നമ്മൾ ഈ ആയത്ത് പറഞ്ഞിട്ട് എല്ലാം വായിക്കണം. വായിക്കുന്നവൻ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. അങ്ങനെയാണ് ഇപ്പം പുതിയ. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ പറയും. പക്ഷേ വായിച്ചിട്ട് വളയുന്ന ഒരു ലോകത്ത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ പറയും. പക്ഷെ വായിച്ചിട്ട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിച്ച് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്, അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കുന്നു. അത് എല്ലാ കാര്യങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് നൽകപ്പെട്ട മൂല്യബോധമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതാണ്. എല്ലാ കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി വേണമെന്ന് പറഞ്ഞാൽ ബിസ്മി പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരർത്ഥം കൂടെ ഉണ്ട് അതിന്. ബിസ്മി പറഞ്ഞിട്ട് ലഹരി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അത് ഉപയോഗിക്കുന്നൊരു ബിസ്മി പറയില്ല. ബിസ്മി പറഞ്ഞ് വായിക്കാൻ പറ്റുന്നതാണ് നമ്മൾ വായിക്കേണ്ടത്. ബിസ്മി പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിസ്മി പറഞ്ഞിട്ട് തിന്നാനും കുടിക്കാനും പറ്റുന്നത് മാത്രമേ നമ്മൾ തിന്നാനും കുടിക്കുകയും ചെയ്യാവുള്ളൂ. ബിസ്മി പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ പറയാവൂ. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു കൃത്യമായ മൂല്യം നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആയത്തിറങ്ങുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക. അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് മാത്രം വായിക്കുക. അല്ലാത്ത വായനകൾ വിട്. അതൊരു ഉപകാരവും ഇല്ലാത്ത വായനയാണ്. ഇവിടെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നത് ഇതാണ്, മിമ്മ ഉല്ലിംത റുഷ്ദ, നിങ്ങളുടെ കയ്യിൽ നേർവഴിയായിട്ട് കിട്ടിയ അറിവുകൾ ഉണ്ടാവും. മനുഷ്യനെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന അറിവ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ അറിവ് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ അറിവ് കൊണ്ട് മാത്രമേ മനുഷ്യന് ഉപകാരമുള്ളൂ. മറ്റേ അറിവ് മനുഷ്യനെ പറ്റിക്കാനും ഏതെങ്കിലുമൊക്കെ വഴിയിൽ സാമർഥ്യം കാണിക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള അറിവാണ്. ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള അറിവ് കൊണ്ടൊരു കാര്യവുമില്ല. ഒരു സമൂഹത്തിന് ജീവിക്കാൻ കഴിയുന്ന അറിവായിരിക്കണം, ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന അറിവായിരിക്കണം. അത്തരം അറിവാണ് എല്ലാവരും പഠിക്കേണ്ടത്. അപ്പോഴാണ് ആ സമൂഹം നല്ല സമൂഹമായി മാറുന്നത്, നല്ല സംസ്കാരമുള്ള സമൂഹമായി മാറുന്നത് അപ്പോഴാണ്. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ കൃത്യമായ മൂല്യം നിർണയിച്ചുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ അലൈഹി സ്വലാമിനോട് സംസാരിക്കുന്നത്. മനുഷ്യനെ
നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ അറിവ് പഠിക്കാനാണ് അനന്തമായി ചെയ്യേണ്ടി വന്നാലും ആ യാത്രയ്ക്ക് തയ്യാറായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുന്നത്. ഖാല ലഹു മൂസാ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. താങ്കൾക്ക് നൽകപ്പെട്ട നേർവഴിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന അറിവ് പഠിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം തുടരട്ടെ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിന് ചില വ്യവസ്ഥകളൊക്കെ വയ്ക്കുന്നുണ്ട്. അറിവ് നിരുപാധികം കൊടുക്കേണ്ടതാണ്, അല്ലാന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ചില സമയങ്ങളിൽ ചില ഫോമൊക്കെ പൂരിപ്പിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തെല്ലാമാണ് പൂരിപ്പിക്കേണ്ടതെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയോട് ഖിദർ അലൈഹിസ്സലാം സംസാരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നന്നായി പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് ഏറ്റവും പ്രധാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, വിശുദ്ധ ശരീഅത്തിനെ സംബന്ധിച്ചുള്ള അറിവ്, അതൊക്കെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. അവസാനത്തെ 10 ഉള്ളത്. ഇഅ്തികാഫിന് വേണ്ടി മസ്ജിദിൽ കഴിച്ചു കൂട്ടുന്ന ആൾക്കാർ പരമാവധി അവരുടെ സമയം നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കുക, വർത്തമാനങ്ങൾ പരമാവധി ഒഴിവാക്കുക, ഖുർആൻ പാരായണമോ ദിക്റോ അതുപോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മജ്ലിസുകളിൽ, ദീനിൻ്റെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുക. ഇഅ്തികാഫ് ഒരു വലിയ ലക്ഷ്യത്തിൽ നിർവഹിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് അനുഷ്ഠിച്ചത് വലിയ ലക്ഷ്യത്തിലാണ്. ആ ലക്ഷ്യത്തിലായതുകൊണ്ടാണ് രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി ഇബാദത്തുകൾ ചെയ്തത്. ഒറ്റയായ രാത്രികളിൽ ഉറക്കം പരമാവധി നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇബാദത്തുകൾ കഴിയണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫ് കൊണ്ട് ലക്ഷ്യമാക്കുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന മഹാഭാഗ്യത്തിലേക്ക് നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.